താലൂക്ക് ആശുപത്രിയിലെ നിർധന രോഗികൾക്ക് വിശപ്പകറ്റാനായി കൈകോർക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പഠനത്തോടൊപ്പം സാമൂഹ്യ സേവനവും നിറവേറ്റുന്നത്. കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ സ്വാപ്പ് ഷോപ്പ് വഴി സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം വാങ്ങി നൽകുന്നത്. വസ്ത്രങ്ങൾ, കുട, പഠനോപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ, അങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്തും കുട്ടികളുടെ ഈ സ്വാപ്പ് ഷോപ്പിന് സംഭാവന ചെയ്യാം. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിൽ നിന്നാണ് ഇവയെല്ലാം വിദ്യാർത്ഥികൾ ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പിൽ എത്തിച്ചത്. സ്കൂളിനകത്തും പുറത്തുമുള്ള ആർക്കും ഇവിടെ എത്തി ചെറിയ തുക നൽകി ആവശ്യമുള്ളവ വാങ്ങാമെന്ന് പദ്ധതിയുടെ കോർഡിനേറ്ററും അധ്യാപികയുമായ ഷെല്ലി പറഞ്ഞു. ഒരു സാധനം തികച്ചും സൗജന്യമായി കിട്ടിയാൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. തന്നെയല്ല, ഒരു അപകർഷതാബോധം ഉണ്ടാകാനും ഇടയുണ്ട്. അത് ഒഴിവാക്കാൻ വളരെ ചെറിയ തുകയാണ് ഓരോ സാധനങ്ങൾക്കും ഈടാക്കുന്നത്. സ്വാപ്പ് ഷോപ്പിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം രോഗികൾക്ക് എത്തിച്ചു നൽകി. ഉപഭോഗ സംസ്കാരം നമ്മെ കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ കുമിഞ്ഞുകൂടാറുണ്ട്. പലപ്പോഴും ഇത് ഈ വേസ്റ്റായിട്ട് മാറി സമൂഹത്തിന്, പരിസരത്തിനൊക്കെ വളരെ മാലിന്യമായിട്ട് മാറാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇവ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്വാപ്പ് ഷോപ്പ് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും തെറ്റായ വശം മനസ്സിലാക്കി മിതവ്യയം ശീലിക്കുവാനും ഒരു പാലിയേറ്റീവ് സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അധ്യാപകർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.